സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ വർഷം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെ ആയിരുന്നോ അത് തന്നെ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനാണോ നിങ്ങളുടെ പ്ലാൻ? ലൈക്ക് ആ സെയിം മടി, പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം എന്ന ആറ്റിറ്റ്യൂഡ്, എക്സാമിന് ഒരു ദിവസം മുമ്പുള്ള പ്രിപ്പറേഷൻ, അതോ ഇല്ല ഞാൻ ഇപ്രാവശ്യം എന്റെ ഇംപ്രൂവ്ഡ് വേർഷനിൽ പഠിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? എനിവേസ് ദാറ്റ്സ് യുവർ ഡിസിഷൻ. ഒരു ന്യൂ അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ എന്തായിരുന്നു എന്നതിന് ഒരു പ്രസക്തിയില്ല. ബാഡ് മാർക്സ്, ഇൻകംപ്ലീറ്റ് പോർഷൻസ്, മിസ്ഡ് ക്ലാസ്സസ് അതൊക്കെ മറന്നേക്കൂ. ഇനി അങ്ങോട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവണം. അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 1, ഡോണ്ട് വെയിറ്റ് ഫോർ എക്സാംസ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ്. എക്സാം വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന മൈൻഡ് സെറ്റ് ഇപ്പൊ തന്നെ കളഞ്ഞേക്കുക. സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക, പ്രോപ്പർ ആയിട്ട് റിവിഷനും കൂടെ ചെയ്യുക. നമ്പർ 2, ഗെറ്റ് ഓർഗനൈസ്ഡ് ബിഫോർ ക്ലാസ്സസ് ബിഗിൻ. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഓർഗനൈസ് ആക്കി റെഡി ആയിട്ട് ഇരിക്കുക. ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, നോട്ട്ബുക്സ് റെഡി ആക്കി വെക്കുക ആൻഡ് ഹാവ് എ സിമ്പിൾ സ്റ്റഡി പ്ലാൻ. നമ്പർ 3, ഫിക്സ് യുവർ സ്ലീപ്പ് സ്കെഡ്യൂൾ. നിങ്ങളുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ ഒന്ന് സെറ്റ് ചെയ്യുക. ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മളുടെ ഉറക്കവും എഴുന്നേൽക്കലും എല്ലാം തെറ്റിക്കിടക്കുമായിരിക്കും, റൈറ്റ്? സോ ഈ ഒരു വീക്ക് തന്നെ ക്ലാസ്സിൽ പോകേണ്ട ദിവസങ്ങളിൽ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കും, എത്ര മണിക്ക് ഉറങ്ങും എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ റെഡിയാക്കും. നമ്പർ 4, സെറ്റ് വൺ ബിഗ് ഗോൾ ഫോർ ദിസ് ഇയർ. ഈ ഇയർ നിങ്ങളുടെ മെയിൻ ഗോൾ എന്താണ്? ആ ഗോളിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് അത് ഫുൾ A+ ആവാം, ക്ലാസ് ടോപ്പർ ആവുക എന്നുള്ളതാവാം, എന്തായാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഹാർഡ് ഡേയ്സിൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ഡയറക്ഷൻ തരുന്നത് ആ ഒരു ഗോൾ ആയിരിക്കണം. സോ ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? എങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. ലെറ്റ്സ് മേക്ക് ദിസ് യുവർ ബെസ്റ്റ് അക്കാദമിക് ഇയർ.